നമസ്കാരം. ഞങ്ങൾ തേർഡ് ഇയർ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണ് സെന്റ് മേരീസ് കോളേജിൽ. ഞങ്ങൾ മാനുസ്ക്രിപ്റ്റ് മാഗസിൻ എന്നൊരു ഐഡിയ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ തീം യാത്രയാണ്. ലൈഫിലെ ഡിഫറെന്റ് ഫേസസിലൂടെ പോകുമ്പോൾ നമ്മൾ യാത്രയായിട്ട് ബന്ധപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ എങ്ങനെയാണ് ആ ഡിഫറെന്റ് ഫീൽഡ്സ് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാഗസിനിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഈ തീം കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ പോപ്പപ്പ് ചെയ്ത രണ്ട് ആൾക്കാരുടെ ഫേസസ് ആണ് ശരത്തേട്ടനും ഗീതമ്മയും. സോ വി തോട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഡിഫറെന്റ് ഇമോഷൻസ്, ഇപ്പൊ പല സ്ഥലത്തെ ആൾക്കാരും അവരുടെ കൾച്ചേഴ്സും ഒക്കെ തമ്മിലൊരു അൺയൂഷ്വൽ ബോണ്ട് ഉണ്ടാവും. അപ്പം അത് കണക്ട് ചെയ്ത് വരുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് ഞങ്ങൾക്ക് ഇവരെ തോന്നിയത്. സോ വി തോട്ട് ഇവരെ ഇന്റർവ്യൂ തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ അതുമല്ല, ഇപ്പോ സോഷ്യൽ മീഡിയ ജനറേഷനിൽ മെയിൻലി ശരത്തേട്ടനും ഗീതമ്മയും ഒരു വലിയൊരു ബിഗസ്റ്റ് എക്സാമ്പിളാ തന്നിരിക്കുന്നത്. ഈ യൂത്തിനൊക്കെ കുറെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ട്രാവൽ ചെയ്യാൻ, അവരുടെ ഫാമിലിന്റെ ഒപ്പം അവരുടെ മദറിന്റെ ഒപ്പം ട്രാവൽ ചെയ്യാൻ. അതൊരു പുതിയ പെർസ്പെക്റ്റീവ് ആണ്. അത് ഇൻസ്പയർഡ് ആയിട്ട് കുറെ പേര് ഇപ്പോ ആ ഒരു ഈ ഒരു സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിള്ളേർ ഇപ്പോ ഇവരുടെ ഇൻസ്പയർഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയാലും ഓരോന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് ഞങ്ങളുടെ ഈ ഒരു ജില്ലയിലത്തെ ഞങ്ങളെന്ന് അറിയണത് ത്രൂ സ്റ്റാറ്റസ് ഇതും ഞങ്ങൾക്കൊരു ഏറ്റവും വലിയ അഭിമാനമാണ്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഒരു ജില്ലയിൽ നിന്ന് വരുന്നവരാണ്. ഇത്രയും ആഗ്രഹിച്ചു വന്നതാണ്. അപ്പൊ അതിനായിട്ടുള്ള എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഗീതാമ്മയുടെ അടുത്താണ്. ഇത്രയൊക്കെ ട്രാവൽ ചെയ്തു, ഗീതാമ്മയ്ക്ക് എത്ര വയസ്സ് കുറഞ്ഞു? എനിക്ക് ആദ്യമേ വയസ്സ് കുറവാണ്. ഇപ്പോഴല്ല, ഇവരുടെ കൂടെ നടക്കുമ്പോ എനിക്ക് പ്രായമാവുന്നത് അറിയില്ല. ഞാൻ എന്നും യൂത്തിന്റെ കൂടെ. വയസ്സറുപതായി, പക്ഷെ കാര്യമില്ല, ഞാൻ ഇന്നും യൂത്തിന്റെ കൂടെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെയാണ്. അത് കാരണം ഞാൻ എപ്പോഴും യങ് ആയിരിക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാം. പിന്നെ നീ ശരത്തേട്ടനോടാണ്. ശരത്തേട്ട ഇപ്പൊ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്താ ഇൻസ്പിറേഷൻ, എന്താ എപ്പോഴും ആ ഒരു ഇത് ഫീലിംഗ് വന്നത്? ഈ ഗീതാമ്മനെ കൊണ്ടുപോകാവുന്ന ആ ഒരു ഇത് എപ്പോഴാ വന്നത്? ശരിക്കും അത് നമുക്ക് അങ്ങനെ വരേണ്ടതാണോ? എനിക്കത് പണ്ടേ ഉള്ളതാ. എനിക്കതൊരു പുതിയ കാര്യമല്ല. ഇപ്പൊ എന്റെ അടുത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ചോദിക്കും, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ടേക്കിംഗ് യുവർ മദർ ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഗേൾ ഫ്രണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഫ്രണ്ട്സ് ചോദിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം കൊണ്ടുപോകേണ്ടത് അമ്മയാണ്. അല്ലെങ്കിൽ നമ്മളെ നടക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. നമ്മള് ഈ ഭൂമി കാണാൻ തന്നെ ഭാഗ്യം ഉണ്ടായത് അമ്മ കാരണം. അതൊരു നോർമൽ കാര്യമാണ്. നമ്മൾ അമ്മയും കൊണ്ടാണ് പോണ്ടത്. അപ്പൊ അതിലൊരു എന്താ പറയാ, അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലാണ്ടേ പോകും. കാരണം വേറെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയാലും, അല്ലെങ്കിൽ ഇനിയിപ്പോ ഗേൾ ഫ്രണ്ട്സ് ഇല്ല ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പം പോയാലും മൈറ്റ് ബി കളർഫുൾ, അതിൽ രസം ഉണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും അമ്മയുടെ ഒപ്പം യാത്ര ചെയ്യുന്നതിന്റെ ഒരു ഫണ്ട് ഉണ്ടാവില്ല ഒരിക്കലും. ഐ തിങ്ക് സോ. നിങ്ങളെല്ലാവരും അമ്മയുടെ ഒപ്പം ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് ട്രാവൽ ചെയ്യാണ്. ഞങ്ങൾ ആക്ച്വലി കാണുന്നത് കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഓക്കെ, അപ്പോ ഈ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കുകയാണോ, അതോ ഇപ്പൊ തോന്നുകയാണ് എനിക്കിപ്പോ പോണം, ഒരു സ്ഥലം വരെ പോണം എന്ന് തോന്നിയ ഇപ്പൊ ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കുകയാണോ, അതോ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണോ നിങ്ങൾ പോണത്? ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടാണ്. കാരണം സ്റ്റോറി കൂടെ മാത്രം കാണുമ്പോ എപ്പോഴും തോന്നാറുള്ളൊരു ഡൗട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതില് ആകെ കൂടി ഞാൻ ഇന്നേ വരെ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള യാത്ര കൈലാസ് മാൻസരോവർ യാത്ര. അത് ഞാൻ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 2-3 മന്ത്സോളം അതിന്റെ എഫേർട്ട് എടുത്ത് എങ്ങനെ നടക്കണം. അപ്പൊ അമ്മയും കൊണ്ട് രാവിലെ വടക്കുന്നതിൽ നടക്കാൻ പോകും. അമ്മ ഒരു 5 റൗണ്ടൊക്കെ കഴിഞ്ഞാൽ വയ്യാണ്ടേ. അപ്പൊ ഞാൻ പറ്റില്ല, 10 റൗണ്ട് വേണം. കാരണം അത്രയും ദൂരം നടക്കണം നമുക്കവിടെ. അപ്പൊ മൈറ്റ് ബി കൈലാസ് മാൻസരോവർ യാത്ര മാത്രം ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത്ര ദൂരം അല്ലെങ്കിൽ അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും കൈലാസ് മാൻസരോവർ യാത്ര മാത്രം. അങ്ങോട്ട് നോക്കാം. അപ്പോ ബാക്കിയുള്ളപ്പോ എന്റെ ഈ സോഷ്യൽ മീഡിയാസിലൂടെ വന്നൊരു യാത്ര വാരണാസി യാത്ര. അത് ഒരു പ്ലാനും ഇല്ലാതെ ഒരു രാവിലെ ഒരു സ്വപ്നം കണ്ട് എണീറ്റു. ഞാൻ അമ്മയും കൂടി വാരണാസിയിൽ നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം
വിത്തിൻ 14 hours യാഥാർത്ഥ്യമാക്കുക. ഒരു പ്ലാനിങ്ങും ഇല്ല, അല്ലെങ്കിൽ യാതൊരു വക പ്രിപ്പറേഷൻസ് ഇല്ല, ഡ്രസ്സുകളൊന്നും എടുത്തു വെച്ചിട്ടില്ല. രാവിലെ 5:30 എണീറ്റ് ഞാൻ സ്വപ്നം കണ്ട് എനിക്കത് ഞാനും എൻ്റെ അമ്മയും കൂടി വാരണാസിയിൽ ഇതുപോലെ കൈപിടിച്ച് നിൽക്കണതാ. അപ്പോൾ ആ സ്വപ്നം ഞാൻ അപ്പൊ തന്നെ ടിക്കറ്റ്സ് ഫെയർ നോക്കി, അതിന്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ തന്നെ ഞാൻ ബുക്ക് ചെയ്തു ടിക്കറ്റ്. ഞാൻ ഒരു 6 മണിക്ക് ആയപ്പോൾ റൂമിൽ നിന്ന് പുറത്തു വന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എന്ന് നമ്മൾ വാരണാസി പോകാൻ പറഞ്ഞു. അപ്പൊ അമ്മ വാസ് ലൈക്ക് സർപ്രൈസ്ഡ്. അയ്യോ ഇന്ന് നടക്കില്ല, ഇന്ന് അങ്ങനെ വാരണാസി ഒന്നും പോകാൻ പറ്റില്ല, ഇന്ന് വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര വിലയാണ് ടിക്കറ്റ്. ടിക്കറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 10,000 രൂപ തോന്നുന്നു. ആക്ച്വലി 3,800 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അപ്പൊ തന്നെ ബുക്ക് ചെയ്ത് അപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു 1:30 വാരണാസിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി 7:30 വാരണാസി എത്തി. ആ രാവിലെ ഞാൻ സ്വപ്നം കണ്ട ആ സ്ഥലം, അല്ലെങ്കിൽ ആ പടവുകളിൽ കൈ പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് എത്തി, യാഥാർത്ഥ്യമായി. ഇനിയിപ്പോ ഇതിലെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിപ്പ് ഞാൻ പോകുന്നത് 3 ദിവസത്തേക്കായിരുന്നു. അതായത് 3rd day ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊച്ചി എത്താന്നായിരുന്നു പ്ലാൻ. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ കൊച്ചിക്കുള്ള ട്രെയിനിൽ, വാരണാസി ടു ഡൽഹിക്കുള്ള ട്രെയിൻ കയറി, ഡൽഹി ടു കൊച്ചി ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോ കൊച്ചിക്ക് ആ ട്രെയിനിൽ കയറിയപ്പോൾ അതിലൊരു TT ആയിട്ട് സംസാരിച്ചു, പിടിച്ചു വന്നിരുന്നു. അപ്പൊ അങ്ങനെ ആ TT ഞങ്ങളുടെ ക്യാബിനിൽ വന്നിരുന്നു, സംസാരിച്ചു. നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങൾ തൃശ്ശൂർ പൂരം വടക്കുന്നാഥൻ 15 അപ്പുറത്ത് ഇപ്പുറത്ത് നിർത്തുന്നു, വലിയ കോലാഹലൊക്കെ പറഞ്ഞപ്പോ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പൊ സാറ് ഇനി എന്നാ നാട്ടിൽ പോകാൻ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനിനി ഈ ട്രെയിൻ നേരെ ഷിംലയ്ക്കാണ്, ഷിംല പോയിട്ടേ ഞാൻ തിരിച്ച് പാലക്കാട് ചെല്ലുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി ഒരു പാലക്കാടുകാരനായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളിയുടെ അടുത്ത്, അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ വീണ്ടും അമ്മ എന്നെ നോക്കി, ഞാൻ വീണ്ടും നോക്കിയപ്പോ അമ്മോട് ഞാൻ ചോദിച്ചു എന്നാ വിട്ടാലോ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എന്നാ വിടാന്ന്. അപ്പൊ യാതൊരുവിധ പ്ലാൻസും ഇല്ല, ഡ്രസ്സ് ഇല്ല, ഗിയർസ് ഇല്ല, ലഗേജ് ഇല്ല, ഒന്നുമില്ല. ആകെ 3 ദിവസത്തെ ഡ്രസ്സ് എടുത്തിട്ടാണ് ഞങ്ങള് വാരണാസി പോയത്, ഈവൻ ഇൻക്ലൂഡിങ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഉണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ ഷിംല പിടിച്ചു. ഷിംലയിൽ എത്തിയാണ് ഞങ്ങൾ ഷോപ്പിംഗ്, ഒരു അമേസിങ് ഷോപ്പിംഗ് നടത്തി. അമ്മയ്ക്ക് ഈവൻ ഷൂസ്, അമ്മ ചെരുപ്പിട്ടിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. ഷിംല വാസ് വെരി കോൾഡ് അന്ന്. ഫെബ്രുവരി, ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, February 14th ഈ യാത്ര ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാം എന്റെ വാലന്റൈൻ എന്റെ അമ്മയാന്ന് പറയും. ഇതിനേക്കാൾ നന്നായി ഒരു കാമുകിയും സ്നേഹിക്കില്ല എന്ന് തിരിച്ചറിവാണത്. അപ്പം ഷിംല ചെന്നു, അവിടെ ഞങ്ങൾ ഷോപ്പിംഗ് നടത്തി, ഷൂസ് മേടിച്ചു, സോക്സ്, വൂളൻ സോക്സ്, ജാക്കറ്റ്സ്, എല്ലാം എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ആ വക എല്ലാ ആക്സസറീസും മേടിച്ച് നമ്മുടെ ഉണ്ടായിരുന്ന ഡ്രസ്സ് ഞങ്ങൾ അവിടെ ലോണ്ടറിയിൽ കൊടുത്ത് വാഷ് ചെയ്തു. അങ്ങനെ അന്നത്തെ ഫുൾ ഡേ നമ്മള് എന്താ പറയാ, നളഹേന്ദ്ര ഹിൽസ്, കുഫ്രി ഹിൽസ്, അല്ലെങ്കിൽ ജാക്കു ടെമ്പിൾ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഷിംലയിൽ കാണാൻ. അത് മുഴുവൻ കണ്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ കസോള് പിടിച്ചു. കസോൾ വാസ് ലൈക്ക് ഹിമാലയാസിന്റെ ക്ലോസ് റേഞ്ചിൽ ഇത്രയും ഭംഗിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഇല്ല. കസോൾ ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് ഹിമാലയാസ് ഇസ് കസോൾ ആക്ച്വലി. നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഒരു അധികം ട്രാവലേഴ്സ് വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയ, അല്ലെങ്കിൽ എന്താ പറയാ സീരിയസ് ട്രാവലേഴ്സ്, സീരിയസ് ട്രക്കേഴ്സ് മാത്രം വരുന്ന ഒരു സ്ഥലം, അതാണ് കസോൾ. അവിടുന്ന് നേരെ മണാലി വന്നു. മണാലി നേരെ ബൈക്ക് എടുത്ത് നേരെ റോത്താങ് പാസ് പോയി. 60 വയസ്സുകാരി ഒറ്റയടിക്ക് 18 വയസ്സുകാരിയായി. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ബൈക്കിൽ പോകാൻ. അമ്മയുടെ അമ്മ ചെറുപ്പത്തില് ബൈക്കിൽ നിന്ന് വീണ് കണ്ടിട്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ബൈക്കിലൊക്കെ പോകാൻ. പക്ഷെ ഞാൻ അതിനെ മേഘങ്ങളെ തൊട്ടു പോവാം, മേഘങ്ങളെ നമുക്ക് തൊടാം, ആകാശത്തിന്റെ മുകളിലൂടെ മലകളിലൂടെ സഞ്ചരിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ കയറി ഒറ്റപ്പെടലാണ്. അങ്ങനെ അത് മുഴുവൻ കറങ്ങി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ കംപ്ലീറ്റ് യാത്ര ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ല. പോവാ, രാവിലെ ടിക്കറ്റ് എടുത്തു, ബുക്ക് ചെയ്തു, അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോ എൻറ്റയർലി പ്ലാൻ മാറി. അവിടെ നേരെ ഷിംലയായി, ഷിംലയിൽ നേരെ കസോൾ വന്നു, കസോളിൽ മണാലി, റോത്താങ് പാസ്, ഇതൊക്കെ കറങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. 11ാമത്തെ ദിവസമാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ആക്ച്വലി. അപ്പൊ ജസ്റ്റ് ഇമാജിൻ 3 ഡേയ്സിന് പ്ലാൻ ചെയ്തൊരു യാത്ര ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് 11 ദിവസം കഴിഞ്ഞിട്ടാണ്. ആക്ച്വലി കയ്യിലെ കാശ് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, വെൽ, ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ട്രിപ്പും പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന ട്രിപ്പും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മള് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ട്രിപ്പും അൺപ്ലാൻഡ് ആയിട്ട് പോകുന്ന ട്രിപ്പും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ അൺയൂഷ്വൽ ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു വ്യത്യാസം? ഓക്കെ, നമ്മള് പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന യാത്രക്ക് എപ്പോഴും ഒരു ഭംഗിയുണ്ട്, അല്ലെങ്കിൽ അതിലൊരു സന്തോഷം വേറെ.
കാരണം വെച്ചാൽ അമ്മ പ്രതീക്ഷിക്കാതെ വന്ന് കാണുന്നൊരു ഒരു ഹാപ്പിനെസ്. ഞാനിപ്പോ ഈ ലാസ്റ്റ് ന്യൂ ഇയറിന് രാജസ്ഥാൻ പോയി. അപ്പൊ രാജസ്ഥാൻ ഞങ്ങൾ ആക്ച്വലി റാൺ ഓഫ് കച്ചിൽ പോയി. അവിടുന്ന് ദ്വാരക, സോമനാഥ്, അങ്ങനെ ഒരു വട്ടം മുഴുവൻ കറങ്ങി വരിക ചെയ്ത്. പക്ഷെ അതില് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അമ്മയും കൊണ്ട് പാർട്ടിക്ക് പോകണം. അതെന്റെ ഒരു ഡ്രീമായിരുന്നു. എനിക്കൊരു ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. എല്ലാ കൊല്ലവും നമ്മൾ എന്താ ചെയ്യുക, ഫ്രണ്ട്സിന്റെ ഒപ്പം ന്യൂ ഇയറിന് പോകും, ക്ലബ്ബിൽ പോകും, അടിച്ചു പൊളിക്കും, പാട്ട് കേൾക്കും, ന്യൂ ഇയറിന് നേരത്തെ അങ്ങോട്ട് കൂടും, കെട്ടിപ്പിടിക്കും, കണ്ണി കണ്ടവരെയൊക്കെ വിളിക്കും, കണ്ണി കണ്ടവർക്കൊക്കെ ഷേക്കിട്ട് കൊടുക്കും. പക്ഷെ ഞാൻ ആലോചിച്ചു ഈ ന്യൂ ഇയർ എനിക്ക് എന്റെ അമ്മയോടൊപ്പം കൂടണം. തന്നെ ഞാൻ ജയ്പൂരായിരുന്നു. അപ്പൊ അത് ഞാൻ ഫുള്ളി ആക്ച്വലി ദ്വാരക, സോമനാഥ്, അവിടുന്ന് ഉദയ്പൂര്, അജ്മീർ, പുഷ്കർ, അവിടുന്ന് ഉദയ്പൂരിന്ന് അങ്ങനെ ഒരു ഫുൾ റോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം 31st ജയ്പൂർ എത്തണം എന്നുള്ള എന്റെ മൈൻഡ് സെറ്റിലുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ജോധ്പൂർ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം ജയ്പൂരാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളൊക്കെ. എന്റെ ഒരു ബോംബെയിലുള്ള ഒരു ഫ്രണ്ട്, ഒരു കമ്മീഷണർ ഉണ്ട്. 2-3 മെയിൻ പാലസുകളുള്ള പാർട്ടി, അവിടുത്തെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ എൻട്രി ഉള്ള സ്ഥലങ്ങളിലേക്ക് എനിക്കൊരു എൻട്രി വലിച്ചു വെച്ചേക്കായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ഒരു ക്ലബില് ഞാൻ ചെന്നു. ഞാൻ അമ്മയും കൊണ്ട് പോയി. അപ്പൊ എല്ലാവരും അവരവരുടെ ഭാര്യമാരും കമ്മിമാരുമായിട്ട് വന്നു നിൽക്കുന്നു. എല്ലാവരും നല്ല ഭംഗിയുള്ള മൈക്രോ മിനി സ്കേർട്സും വെൽ സൂട്ട് ഡ്രസ്ഡും, എല്ലാവരും വെൽ ഡ്രസ്ഡ്, എല്ലാം അങ്ങനെ നിൽക്കുന്നു. ഒരാള് മാത്രം സാരി എടുത്ത് ഒരു മൂലയിൽ നിൽക്കുന്നു. അത് ഒരു പക്ഷെ എൻജോയ് ചെയ്തേക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ആ ലൗഡ് മ്യൂസിക് ചിലപ്പോ ഇത്രയും അമ്മയ്ക്ക് ഇത്ര പ്രായമുള്ള കാരണം ചിലപ്പോ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാ, അത് കാണുക ലൈഫില്, നമ്മള് കണ്ണുകൊണ്ട് കാണല്ലേ ഇങ്ങനെ ഒരു ക്ലബ്ബ്, ഇതിനുള്ള ആൾക്കാർ എന്തേ കാണിക്കുന്നത്, എനിക്ക് ഭ്രാന്തുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം മനസ്സിൽ ചിന്തകൾ. അങ്ങനെ ആ അന്നുണ്ടായിരുന്ന DJ പുള്ളിക്കാരൻ was a lady standing on the corner wearing the Kerala dress എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കയറി ചെന്ന് പറഞ്ഞു that's my mother എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ we are from Kerala, that's my mother, we came for a party over here എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞങ്ങളെ രണ്ടുപേരും സ്റ്റേജിലേക്ക്, അതായത് ആ ഡെക്കിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു anybody here with your mothers in this platform എന്ന് ചോദിച്ചു. അപ്പൊ ആരുമില്ല, ഒരൊറ്റ അമ്മമാരില്ല. എല്ലാവരും ഭാര്യമാരുണ്ട്, അല്ലെങ്കിൽ കമുകി, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ കപ്പിൾസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരവിടെ വെച്ച് നമ്മളെല്ലാവരെയും വിളിച്ചു വരുത്തി. ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നു, ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വന്നു. എന്നിട്ട് വലിയൊരു കോലാഹലാക്കി അവരത്. ഭയങ്കര കയ്യടിയും ഭയങ്കര അപ്രീസിയേഷനൊക്കെ വന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഒരു DJ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു പാർട്ടിക്ക് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയി പോകാൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അന്ന് ഞാനിങ്ങനെ കേൾക്കുക, 12 o'clock ആയപ്പോ എന്റെ ചേച്ചി വിളിച്ചു. അപ്പൊ അമ്മ ചേച്ചിയോട് പറയുന്ന ഡയലോഗ് ഇതാ, നീ ഫോൺ വെച്ചേ, ഞാൻ അവിടെ ഒരു ക്ലബിന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ആഘോഷിക്കാത്തൊരു പരിപാടിയുടെ ഇടയിൽ ഞാൻ നിൽക്കുക. കാരണം വെച്ചാൽ എന്താ പറയാ, നമ്മളിപ്പോ പൂരത്തിന് പോവാം, പള്ളി പെരുന്നാളിന് പോവാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാം, അല്ലെങ്കിൽ കല്യാണങ്ങള്, അവാർഡ് നൈറ്റ്സ്, ഷോസ്, അല്ലെങ്കിൽ അങ്ങനെ പലതിനും പോവാം. പക്ഷെ ആരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അമ്മയെ കൊണ്ട് ക്ലബിൽ പോയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളൂ. അപ്പൊ എന്തായിരുന്നു ചോദ്യം? അപ്പൊ എനിക്ക് അൺപ്ലാൻഡ് ആണ് എപ്പോഴും വൈബ്. എപ്പോഴും എനിക്ക് അൺപ്ലാൻഡിലെ അങ്ങനത്തെ എന്താ പറയാ ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും പ്രിപ്പറേഷൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മളത് തരണം ചെയ്യും. ഇപ്പൊ ഷിംല പോകുമ്പോ അത്രയും തണുപ്പാ, -ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പൊ അവിടുന്ന് നമ്മള് ജാക്കറ്റ്സ് മേടിച്ചു, ഷൂസ് മേടിച്ചു, ഉളൻ ഗ്ലൗസ്, മങ്കി ക്യാപ്സ് ഒക്കെ അവിടുന്ന് മേടിക്കുകയും ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ക്യൂസ് ആണ്. എനിക്ക് വയ്യ, ദാറ്റ്സ് മൈ എക്സ്ക്യൂസ്. അല്ലെങ്കിൽ അയ്യോ അതൊക്കെ എങ്ങനെ പറ്റുക, നമ്മളെ കൊണ്ടൊന്നും ആവില്ല, അതൊക്കെ എക്സ്ക്യൂസാണ്. അതൊക്കെ നമ്മളെ എന്താ പറയാ, നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് മെനക്കെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഓരോ ഒഴിവുകേടുകളാണ് ആക്ച്വലി. അപ്പം ബട്ട് പ്ലാൻ ചെയ്തു പോയ കൈലാസ് മാനസരോവർ യാത്ര ഇസ് അമേസിങ് ആക്ച്വലി. അതിൽ യാതൊരു സംശയവുമില്ല. അത് പ്ലാൻഡ് ട്രിപ്പായിരുന്നു. മാസങ്ങളോളം അതിനുള്ള പ്രിപ്പറേഷൻസ് എടുത്തിട്ട് തന്നെയാണ് പോയത്. പക്ഷെ എനിക്ക് എപ്പോഴും അൺപ്ലാൻഡ്, ഒരൊറ്റ രാവിലെ ബാഗ് എടുത്ത് ഇറങ്ങിപ്പോയി വരന്താണ് എൻ്റെ ഒരു
സന്തോഷം, അല്ലെങ്കിൽ അതിലാണ് ഞാൻ അമ്മയുടെ സന്തോഷം കണ്ടെത്തുന്നത്. മറ്റത് പ്ലാൻ ചെയ്ത് നമ്മൾ ഇത് ഇങ്ങടെ പോണേന്നുള്ളൊരു പ്രിപ്പറേഷനിലല്ലേ പോണേ. മറ്റത് നേരെ മറിച്ച് അവിടെ ഫീല്. കുറെ ദിവസമായി ഞാൻ കാത്തിരിക്കണം, നാളെ വിളിക്കും മറ്റന്നാൾ വിളിക്കും. ഇപ്പോ ഗീതമ്മയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഇപ്പൊ ഫസ്റ്റ് ട്രാവൽ ചെയ്തപ്പോ എന്തായിരുന്നു ഗീതമ്മയുടെ ഫീലിംഗ്? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ശരത്തേട്ടനൊപ്പം ട്രാവൽ ചെയ്തപ്പോ? എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു സന്തോഷം എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, ബോംബെക്ക് പോണ പറഞ്ഞു പോയി. അവിടെ ചെന്നിട്ട് ജ്യോതിഷ് അവിടെ ഉണ്ട്, അമ്മോന്റെ കൂടെ ശ്രദ്ധയിൽ പോയി. അത് കഴിഞ്ഞ് ശനി സിംഗാപ്പൂറും ഒരു ജ്യോതിർലിംഗം നാസിക്കിൽ പോയി. അവിടെ നിന്ന് ഒരു കുപ്പി വൈനൊക്കെ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അജന്ത എല്ലോറൊക്കെ യൂസ് ചെയ്തു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര സന്തോഷവും അനുഭവപ്പെട്ട, നമുക്ക് നമ്മളുടെ ഭാരതത്തെ കുറിച്ച് ഇത്ര അഭിമാനം തോന്നുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നേട്ടാ. എല്ലാം ഭയങ്കര എങ്ങനെ കൊത്തി ശില്പങ്ങൾ ഉണ്ടാക്കിയ കാണേണ്ട കാഴ്ച. നമ്മൾ എന്നെങ്കിലും എൻ്റെ ജീവിതം കുറെ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നി തുടങ്ങിയത്. അത് കണ്ട് ബുക്കിലൊക്കെ കാണുമ്പോൾ നല്ലോ, പക്ഷെ അതിങ്ങനെ നമ്മളിങ്ങനെ തൊട്ട് കാണുമ്പോഴുള്ള സന്തോഷമില്ല ഭയങ്കര. അവിടുന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളായി. പണ്ടും എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടം. ഞാൻ പക്ഷെ ഒന്നും ആരും പറയുന്നില്ല ഇവരുടെ അടുത്ത്. അവൻ അറിഞ്ഞു കൊണ്ടുപോയ ഒരു മോനാണ്. അതിന് ഞാൻ അവന് ഭയങ്കര ഒരു സല്യൂട്ട് കൊടുക്കുന്നു. ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം അമ്മ അജന്ത എല്ലാവരേലും പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് ഭയങ്കര കാഴ്ചയാ. ഈ ബുദ്ധന്റെ ഒരു ഇതുണ്ട്, കേവ്. അതിന്റെ ഉള്ളില് ആ കണ്ണിന്റെ ഭാഗത്ത് മാത്രം സൂര്യപ്രകാശം കിട്ടാതെ സൺസെറ്റ് കണ്ടിട്ട് മതിയായില്ല. ഇനി എങ്ങടെങ്കിലും ഒരിക്കൽ കൂടി പോണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്ഥലമാട്ടോ. ഭയങ്കര ഒരു ഇത് അല്ല, എല്ലാ ഭാഗങ്ങളോടും തോന്നും മണാലി പോണം അങ്ങനെ തോന്നും, എന്നാലും ഇത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. ഗീതാമ്മ ഇപ്പോൾ വളരെ നന്നായി വായിക്കുന്ന ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ട്രാവലോഗ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ അത് സ്പിരിച്വൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഫണ്ണിന് വേണ്ടി പോവാം, അല്ലെങ്കിൽ നമ്മൾ നൊസ്റ്റാൾജിക്ക് വേണ്ടി പോകുന്ന പല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഗീതാമ്മയ്ക്ക് അത് ഉള്ള യാത്രയുമായി ബന്ധപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഫീലിംഗ് എന്താ? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലും അത് തൊട്ടറിയണ ഒരു സുഖമാണ്. ഞാൻ പണ്ടൊക്കെ കുറെ പേപ്പർ കട്ടിങ്സ് ഒക്കെ വെട്ടി വയ്ക്കും യാത്രയെക്കുറിച്ച്. ഒരു കാലത്തും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ പോവാൻ പറ്റുന്നോ, ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയാതെ കിട്ടിയ ഒരു ഭാഗ്യമാണ്. എന്താ ഞാൻ പറയുക അതിനെക്കുറിച്ച്, എന്നും മതിയാവാത്ത. എന്താ പറഞ്ഞാൽ എനിക്ക് കുട്ടികളാണ് ഏറ്റവും വലിയ ലഹരി. അത് കഴിഞ്ഞാൽ എനിക്ക് യാത്ര. അമ്മ ഞാൻ പണ്ട് എപ്പോഴും ഇതേപോലെ ഓരോ യാത്ര വിളിക്കും, വരില്ല അല്ലെങ്കിൽ പറയും അയ്യോ വേണ്ട, എല്ലാവരും കൂടി പോവാ അങ്ങനെയൊക്കെ പറയും ഞാൻ എപ്പോഴും. പിന്നെ പശു പട്ടി ഇങ്ങനെ എല്ലാവരും ഉള്ള കാരണം പിന്നെ അങ്ങനെ ഇപ്പൊ എല്ലാവരും മറന്നു. ഇപ്പൊ യാത്ര മാത്രമേ ഉള്ളൂ. നാളെ വിളിക്കണം, ഞാൻ ബാഗ് തയ്യാറാണ്. എന്റെ അളമാരിലെ എല്ലാ ഡ്രസ്സും ഇട്ടൊരു കവർ എടുത്തു വെച്ചിരിക്കുക. നാളെ വേണം സഡൻ ട്രിപ്സ് ഉള്ള എല്ലാം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക സെപ്പറേറ്റ്. ഇപ്പൊ വിളിച്ചു ഞാൻ വരാന്ന് പറയും. ഇന്നാളിതേമാതിരി ഞങ്ങൾ പാലക്കാട്ടിൽ പോയി. അപ്പൊ നമുക്ക് ഒരു ദിവസം അവിടെ നിന്നാലോ എന്നൊക്കെ ചോദിച്ചു. റെഡി അതാകുന്നില്ല. ശരത്തേട്ട് ഇതിനു മുന്നേയും ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യത്തെ ട്രിപ്പ് ബോംബെ ട്രിപ്പ് ആയിരുന്നു ഗീത അമ്മയോടൊപ്പം. അപ്പൊ അതിനു മുന്നേ ട്രാവൽ ഇതിന്ന് ഇങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്. അത് എന്താ പറയാ, അത് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഹരി എന്ന് പറഞ്ഞിട്ടൊരു എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. എന്റെ ഒപ്പം ചൈൽഡ്ഹുഡ് ഫ്രം സ്കൂൾ തൊട്ടുള്ളതാ. അപ്പൊ അവിടുന്നാണ് ഞങ്ങളിപ്പോ എന്താ പറയാ ക്ലാസ് കട്ട് ചെയ്ത് അതിരപ്പള്ളി പോയി തുടങ്ങിയത്. അല്ലെങ്കിൽ പീച്ചി ഡാമാണ് ഞങ്ങൾ ആദ്യം ക്ലാസ് കട്ട് ചെയ്ത് പോയത്. അത് ഭയങ്കര സൈക്കിളുമേ ഇവിടുന്ന് ബീച്ച് വരെ സൈക്കിൾ ഓട്ടി പോയി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അവിടുന്ന് അങ്ങനെ അത് വലുതായി, അതിരപ്പള്ളിയായി. അതിരപ്പള്ളി കഴിഞ്ഞപ്പോ എന്താ പറയാ മൂന്നാറായി. പിന്നെ അതങ്ങനെ വലുതായി ഞങ്ങൾ ബാംഗ്ലൂർ, ചെന്നൈ, ഈവൻ ലഡാക്ക് വരെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടിബറ്റ്, കൈലാസ് മാനസറോവർ യാത്ര വരെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. ശരിക്കും എന്റെ ഒരു ഹാർട്ട് ബീറ്റ് ആയിരുന്നു അവൻ. ആക്ച്വലി 2015 നവംബറിൽ അവന്റെ കല്യാണം കഴിഞ്ഞു.
പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാ സ്ഥലങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഗീതമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോവുക. ചിലതൊക്കെ എനിക്ക് അവരുടെ ഹരിയൻ എന്നോട് വന്ന് പറയും. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു ദുഷ്ടത എന്ന് പറയാൻ ശരിക്കും ഏറ്റവും വലിയൊരു മോശമായ കാര്യം ഞാൻ ജീവിതത്തിൽ ചെയ്തത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അമ്മയുടെ അടുത്ത് പറയാം വാതിലടച്ചോ ഞാൻ പോരാന്ന് പറഞ്ഞിട്ട് ലഡാക്കി പോയി. ഞാൻ ഇപ്പോഴാണ് ഞാൻ അതിന്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അമ്മയുടെ ടെൻഷൻ, ഇവിടുന്ന് ബൈക്കിൽ പോകുമ്പോഴുള്ള റിസ്ക്, പോയി അപകടം പറ്റി എന്തെങ്കിലും ഉണ്ടായുള്ള ഒരു പ്രശ്നം, അപ്പൊ ആ ഒരു പെയിൻ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം അന്ന് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഞാൻ ലേയിലെത്തിയിട്ട് അമ്മയെ വിളിക്കുമ്പോ ഞാൻ പറയാ അമ്മ ഞാൻ ലേയിലെത്തിയിട്ട് അപ്പൊ അതെവിടെയാണ് അപ്പൊ പറയാതെ പോകുമ്പല്ലേ ഇവിടെ അടുത്ത് വല്ല ഹോട്ടലിന്റെ പേര് എന്താ? അപ്പൊ ആക്ച്വലി ഫ്രണ്ട്സിന്റെ കൂടെ പോയത് ഓക്കെ കൊള്ളാം, രസമാണ്, ഒരു ഫണ്ണാണ്, അല്ലെങ്കിൽ ഭംഗിയാണ്. ഞാൻ അങ്ങനെ എന്താ പറയാ എനിക്ക് അത്രയും ക്ലോസ് അറിയാവുന്നവരൊപ്പം മാത്രമേ യാത്രയുള്ളൂ. ഞാൻ അങ്ങനെ എന്താ പറയാ 3rd സർക്കിൾ 4th സർക്കിൾ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒന്നും പോയില്ല. എന്റെ ഏറ്റവും എന്താ പറയാ ജിതെന്ന് വന്നിട്ട് ഒരുത്തണ്ട്, അല്ലെങ്കിൽ ഹരി ഉണ്ട്, അങ്ങനെ കുറച്ച് പേര്, പാലു, മനു, രോഹിത്, ജോസഫ്, അങ്ങനത്തെ ആൾക്കാർ. അല്ലാണ്ട് ഞാനങ്ങനെ എന്താ പറയാ ഇപ്പൊ വരണവര് അവരോട് പോവാ അങ്ങനെ ഒരു പരിപാടി ഇല്ല എനിക്ക്. അപ്പൊ അവരുടെ ഒപ്പം ഇപ്പൊ പോവാണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ബാച്ചിലുള്ള എല്ലാവരും കല്യാണം കഴിച്ചു, എല്ലാവരും കല്യാണം കഴിച്ചു പോയി. അപ്പൊ അങ്ങനെ അത് കാരണം ഞാൻ ശരിക്കും ഇപ്പൊ ആലോചിക്കും എന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ വരാൻ പറ്റാത്തത്. ഇപ്പൊ ഹരിയെ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ട് മേ വർഷങ്ങളായി. എന്നുവെച്ചാൽ സ്നേഹക്കുറവോ അല്ലെങ്കിൽ ഒന്നുമല്ല, സൗന്ദര്യപ്പണമോ ഒന്നുമില്ല, പക്ഷെ അവന് ജീവിതവും പ്രാരാബ്ദവും കുട്ടിയും ഇതൊക്കെ ആയിട്ടുള്ള പിന്നെ പ്രയോറിറ്റീസ് മാറി. അതുപോലെ പഴയ പോലെ വിട്ടിറങ്ങി പോരാൻ പറ്റും. ഈവൻ അവൻ ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ലീവ് കിട്ടും, പക്ഷെ വീട്ടിൽ നിന്ന് ലീവ് കിട്ടില്ല. അപ്പൊ പക്ഷെ അന്നൊക്കെ ഞാൻ പോകുമ്പോഴും ഞാൻ അമ്മോട് പറയും വായോ പോവാന്ന് പറഞ്ഞാൽ അന്നും വിളിക്കും, പക്ഷെ വരില്ല. എന്നുവെച്ചാൽ ഈ തൃശ്ശൂർ ഒരു മാഗ്നറ്റിക് സിറ്റിയാണ്. ഇതിൽ നിന്ന് അങ്ങോട്ട് വിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരിക്കൽ വൺസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അമ്മയെ കണ്ടപ്പോ മനസ്സിലായില്ലേ ഇപ്പൊ അടുത്തത് എങ്ങനെ പോകേണ്ടെന്ന് നോക്കിയിരിക്കണേ. ഇപ്പൊ ഗീതാമ്മയാണെങ്കിലും ശരത്തേട്ടനാണെങ്കിലും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോ പല പല സ്ഥലങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളാണ്. അപ്പൊ ഈ സംസ്കാരം മനുഷ്യന്റെ സ്വഭാവത്തെയുമായിട്ട് എന്തെങ്കിലും ഒരു ബോണ്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് മനുഷ്യന്റെ സ്വഭാവത്തെ അളക്കുന്ന ഒരു ഉപാധിയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഏറ്റവും നല്ല സംസ്കാരവും ഏറ്റവും നല്ല ആൾക്കാരുള്ളത് തൃശ്ശൂർ തന്നെ, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയുള്ളത് ഭയങ്കര ഒരു എന്താ പറയാ സർപ്രൈസ്ഡ് ഫീൽ ചെയ്തിട്ടുള്ളത് വാരണാസിയാണ്. അതായത് ഒരു നദിക്ക് ആരതി കൊടുക്കുന്ന ഒരു നാട്. അപ്പൊ അവരുടെ പൂർവികരും അവരുടെ സംസ്കാരവും അവരുടെ ഒരു കൾച്ചർ മനസ്സിലായ അവിടെ ചെന്ന് എന്ത് ചോദിച്ചാലും അവർക്ക് ചിരിച്ച മുഖത്തോടെ അവർ പറയാം. അതേപോലെ തന്നെ അതാ ഒരു കൾച്ചർ മനസ്സിലായി, ഒരു എൻറ്റയർ ഒരു സിറ്റിയുടെ കൾച്ചറാണ്. ഈ ഗംഗാരതി ഒരു നദിക്ക് കൊടുക്കുന്നത് നമ്മൾ അമ്പലത്തിൽ കാണും, അല്ലെങ്കിൽ എന്താ പറയാ പള്ളിയിൽ കാണാം, അല്ലെങ്കിൽ മോസ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഒന്നും അല്ലാത്തൊരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിക്ക് ആരതി എല്ലാവരും ഇപ്പൊ അവിടെ ആരതി നടത്തുന്ന ഒരു 12 പേരുണ്ട്, പക്ഷെ അവരെല്ലാവരും ആ പൂജയുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മളും ഒരു തളികയില് ദിയ കൊണ്ട് നമ്മൾ ആ വെള്ളത്തിൽ വയ്ക്കുക. അതായത് ജീവൻ നിലനിൽക്കുന്ന കാരണം വെള്ളമാണ് എന്നുള്ളത് 10,000 years മുമ്പ് മനസ്സിലാക്കിയിട്ട് അവർ ആ ഒരു ആചാരം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കൊരു ഒരു പ്രേമം തോന്നിയിട്ടുള്ള ആൾക്കാരെ എവിടെയാന്ന് വെച്ചാൽ ലഡാക്ക് സൈഡിലുള്ള ആൾക്കാരാണ്. ഒന്നിനോടും ഒരു ആക്രാന്തമില്ല. 10 ഓർത്താലും ചെറുക്കും, 100 ഓർത്താലും അതേ ചെറു തന്നെ ചെറുക്കും. ഇനി അവന് ഇപ്പൊ നമ്മൾ പറയില്ലേ, അവന് ഒരു 1000 രൂപയുടെ നോട്ട് കണ്ടാൽ തിളങ്ങൊന്നുമില്ല. ഇപ്പൊ 1000 ഇല്ല 2000, ഓക്കെ 2000 രൂപയുടെ നോട്ട് കണ്ടാൽ നമ്മൾ പറയില്ല ഒരു ആക്രാന്തം അല്ലെങ്കിൽ അവന്റെ ഒരു ഗ്രീഡി ഒന്നുമില്ല. കാരണം വെച്ചാൽ ആൾക്ക് ആ 1000 നമ്മുടെ നിന്ന് പറ്റിച്ച് മേടിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഒരു ഭയങ്കര മൈൽഡ് സ്മൈൽ അല്ലെങ്കിൽ ഒരു വെൽ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയില്ല, ഒരു സ്നേഹമുള്ള ആൾക്കാരൊക്കെ ആ മേടിക്കണ കാശിന് അവൻ അതിന്റെ ഇരട്ടി പണിയെടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പോ ഒരു അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം എക്സാക്ട്ലി അവിടെയൊക്കെ ടൂറിസ്റ്റ് ഗൈഡിൽ നിൽക്കുന്ന പിള്ളേരുണ്ടാവില്ലേ, ചെറിയ പിള്ളേരുണ്ടാ, അവരൊക്കെ 100 രൂപ പറയണേ 100 രൂപയ്ക്കാവാൻ നമ്മുടെ 5 മണിക്കൂർ കിടക്കും.
5 അത് മണിക്കൂർ ഇങ്ങനെയുള്ള ഭൂമിയല്ല. അതും എല്ലാം അവിടുത്തെ ഹിസ്റ്ററി പറഞ്ഞു തരും. അവരൊക്കെ അതിനെ കുറിച്ച് വെൽ നോളജ്ഡാണ്. മന വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ്, അതാണ് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ്. ഞങ്ങൾ അവിടെ ചെന്ന് ടീ ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ഭയങ്കര രസമായിട്ടുള്ള. അതായത് ആ 30 കിലോമീറ്റർ കഴിഞ്ഞാൽ ചൈനയാണ് അതിന്റെ അപ്പുറത്ത്. എക്സാക്ട്ലി, ലാസ്റ്റ് ടീ ഷോപ്പ് അത്. അപ്പൊ അത് അവിടെ ചെല്ലുമ്പോ അവൻ നമ്മളെ ആ ടീ ഷോപ്പിൽ കൊണ്ടുപോയി നമുക്കത് അറിയില്ല എവിടെയാന്ന്. കാരണം അത് ഇപ്പൊ ബദ്രിയിൽ ചെന്ന് അവിടുന്ന് ഒരുപാട് നടന്നു പോയി മുകളിലെത്തിയിട്ട് അത് അല്ലെങ്കിൽ നമുക്കറിയില്ല. അപ്പൊ നമ്മളല്ലെങ്കിൽ എന്താ ടെമ്പിൾ കണ്ട് തിരിച്ചു പോയി. പിന്നെ അവിടെ ഭീമന്റെ കൈ പതിച്ചൊരു പാറയുണ്ട്, ലൈക്ക് ഇങ്ങനെ കൈപ്പാട് കറക്റ്റ്. അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞ് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത് നോക്കുമ്പോഴാണ് അത്രയും വലുതാന്ന് മനസ്സിലാക്കുക. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. മനസ്സിന് പോവില്ല. അപ്പൊ കുറച്ചു നേരെങ്കിലും നമ്മുടെ മലയാളിത്തം വിടും, അവരെ പോലെയാവും. ഇപ്പൊ യാത്ര കൂടാതെ ഇപ്പൊ ശരത്തേട്ടനും ഗീതനും നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഹോബീസ് ഉണ്ടോ? ഇപ്പൊ രണ്ടുപേരും ഒപ്പം ചെയ്യാൻ ഇഷ്ടമുള്ള വല്ല ഹോബീസ് ആയിട്ട് യാത്ര കൂടാണ്ട്? ഞങ്ങളുടെ കോമൺ ഒരു ഡ്രഗ്സ് യാത്ര തന്നെ. അതില് വേറെ ഒന്നും വ്യത്യാസമില്ല. അത് എനി മോഡായാലും കുഴപ്പമില്ല. പക്ഷെ ട്രാവൽ ഞാൻ കണ്ടിടത്തോളം എനിക്കും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ, 2 ആക്ടിവിറ്റീസ് ട്രാവലിംഗ്. ഞാൻ അതിനേക്കാൾ ഉപരി യാത്ര ചെയ്യുമ്പോൾ അമ്മ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷത്തെ ഞാൻ എൻജോയ് ചെയ്യും. കാരണം ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ അമ്മ അതിനെ കാണുന്നു. അപ്പൊ പുസ്തകത്തിൽ വായിച്ച സ്ഥലങ്ങളെ കാണുന്നു. ഇപ്പൊ താജ്മഹലിൽ കൊണ്ടുപോയപ്പോ ഇത്രയുള്ളൂല്ലേ താജ്മഹൽ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഭയങ്കര ഫണ്ടാണ് ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടാവുന്ന ഞങ്ങളുടെ സംസാരം, അല്ലെങ്കിൽ യാത്രയെ കുറിച്ചുള്ള ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. അത് ചിലപ്പോ ഒരു പക്ഷെ എന്താ പറയാ വേറെ ആരും അങ്ങനെ സംസാരിക്കില്ല. നമ്മളിപ്പോ ഇപ്പൊ സപ്പോസ് നമ്മളൊരു ഗേൾ ഫ്രണ്ട് ഒപ്പം പോകാതെ വയ്ക്കുക, നമ്മളെന്താ പറയാ ഇങ്ങനെ ഭയങ്കര രസമായിട്ടല്ലേ, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടല്ലേ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങള് ഇത്ര ഈ താജ്മഹല് ഇത് കാണാനാണോ അവിടെ വരെ വന്നത്? കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അജന്ത എല്ലോറ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു മിറാക്കിൾ അങ്ങനെ ജൈന്റ്, ആ കൈലാസനാഥ ടെമ്പിൾ ഇസ് അമേസിങ്. അത് കണ്ടിരിക്കേണ്ട സാധനം. അപ്പൊ അത് കണ്ടിട്ടാണ് താജ്മഹൽ കാണുന്നത്. അപ്പൊ ഇത് ഈ സാധനം ഈ കൈലാസനാഥ ടെമ്പിൾ കണ്ടിട്ട് താജ്മഹൽ കണ്ടു പോരാ. അപ്പൊ ഞാൻ പേടിക്കതേ ആരെങ്കിലും കേട്ടതല്ലേ താജ്മഹൽ പോരാ. കണ്ടു നോക്കൂ, നിങ്ങൾ കാണുമ്പോ അറിയും അജന്ത എല്ലോറൊക്കെ ഒരിക്കലും നമുക്കത് അമ്മ അന്നിങ്ങനെ പറയായിരുന്നു, എന്ത് കണ്ടിട്ട് അതിന് വേൾഡ് വണ്ടർ കൊടുത്തേ. അപ്പൊ എന്തായിരുന്നു ചോദ്യം? ഒന്നും കൂടി പറയും. ഹോബീസ് ഇത് തന്നെ. വേറെ ഞാൻ ദുബായിൽ ഒരിക്കൽ പോയിരുന്നു, ഒരു ഫംഗ്ഷന് വേണ്ടി പോയിരുന്നു. അപ്പൊ ഞാൻ സ്കൈ ഡൈവ് ചെയ്തിരുന്നു അവിടെ പോയിട്ട്. സ്കൈ ഡൈവ് ചെയ്ത് ഞാൻ അങ്ങനെ താഴ്ന്ന് ലാൻഡ് ചെയ്യില്ലേ, ആ ലാൻഡ് ചെയ്യുമ്പോ അമ്മ അങ്ങനെ നോക്കിയിട്ട് എനിക്കൊന്ന് ചെയ്യണം. അങ്ങനെ ഒരു ഹോബി ഈ അടുത്ത് പറഞ്ഞിരുന്നു, കേട്ടിരുന്നു. ചെയ്തില്ല, എനിക്കൊരു പേടി. അത്ര 18,000 ഹൈറ്റ് ഉണ്ട്. മോശമില്ലാത്ത യാത്രകൾ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫെറാറി വേൾഡിൽ പോയി, അബുദാബിയില്. എന്നിട്ട് അതിൽ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ഉണ്ട്, അതിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയി. വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഫുൾ അടിച്ചു കഴിഞ്ഞ് വന്നിട്ട് അതേപോലെ ഒരു ടെർബോ ബൂസ്റ്റ് ഒരു മോളിലേക്ക് റോക്കറ്റ് പോലെ സാധനം അതേപോലെ നമ്മള് തൃശ്ശൂർപുരം കണ്ട ആൾക്കാർ ഇപ്പൊ എന്ത് ഇതെന്നൊക്കെ. ഇപ്പൊ ഗീതാമ്മ പല കാര്യങ്ങളും പറയുമ്പോ ഗീതാമ്മയ്ക്ക് ട്രാവലായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറെ വായിക്കാറും ഉണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ഗീതാമ്മ നമ്മൾ ആദ്യം വായനയിൽ നിന്നാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളും മനസ്സിലാക്കണേ എന്ന് ഗീതാമ്മ എന്നെ പറഞ്ഞു. അപ്പൊ MK രാമചന്ദ്രൻ സാറുടെ പല ബുക്സും ഉത്തരാഖണ്ഡ് ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരന്റെ ഭാര്യ ആയതിനാലും എഴുതാൻ തോന്നിയിട്ടുണ്ടോ ഈ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ? തീർച്ചയായിട്ടും. പക്ഷെ ശൈലി കുറവാ. സത്യതാണ്. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് യാത്രയോട് ഭയങ്കര ഭ്രമ. എനിക്ക് ബസ്സിൽ കയറിയാലോ കാറിൽ കയറിയാലോ സൈഡ് സീറ്റ് വേണം. ഒന്നുമില്ല, എന്നും കണ്ട വഴികളാ. ആ കാറ്റും ആ മരങ്ങളും ഒക്കെ എന്നുള്ളതാണ്. എന്നാലും ആ സൈഡ് സീറ്റും ഞാനും അനിയനും എപ്പോഴും തല്ലിടും. കാരണം എനിക്ക് അന്ന് തൊട്ട് യാത്ര ഭയങ്കര ക്രേസാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര വലിയൊരു ലോകം ഞാൻ കാണും.
അതും ഇവനിൽ നിന്ന്. ഇവൻ ഭയങ്കര തിരികടിയാണ്. ഇവനിൽ നിന്ന് ഒരിക്കലും പ്രശ്നം. ഇവന്റെ ചേട്ടനാണ് ശരിക്കും സത്യം പറഞ്ഞ എന്നോട് കൂടുതൽ അടുത്താണ്. ഇവന്റെ പോലെയോ അല്ല, ഭയങ്കര അമ്മക്കുട്ടി അവൻ. ചേട്ടൻ ശരിക്കും ഭയങ്കര പാവ, ഭയങ്കര ശുദ്ധനാണ്, സത്യം. കാണാൻ ഭയങ്കര സുന്ദരനാണ്. എന്നെ ചെറുപ്പത്തിൽ അമ്മയുടെ അടുപ്പിൽ വീണു തോന്നുന്നു. പക്ഷെ നല്ല മനസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്ര അധികം യാത്രകൾ പോകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഉള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രതികരണം എന്താണ്? അപ്പോഴത്തെ പ്രതികരണം മീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ പ്രതികരണം, ഇപ്പൊ നിങ്ങളിവിടെ എത്തി നിൽക്കുമ്പോഴത്തെ ആ ഒരു റിയാക്ഷനും. അത് പലതരം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഈ യാത്രയെ കുറിച്ചും ഞങ്ങളുടെ ഇതിനെ കുറിച്ച്. എന്റെ ചേട്ടൻ ആക്ച്വലി എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ഔട്ടർ സർക്കിളിലെ റിലേറ്റീവ്സും ചോദിച്ചിട്ടുണ്ട്. അവന് മെന്റലായിട്ടാണ്. ഞാൻ 2012 കുംഭമേളയ്ക്ക് പോയിരുന്നു. അപ്പൊ കുംഭമേളയ്ക്ക് പോയത് NK രാമേന്ദ്രന്റെ അച്ഛൻ ചന്ദ്രന്റെ താഴെയുള്ള മോന് ഭ്രാന്തായി എന്നതാണ്. അതായത് a person who's supposed to go to Bangkok or Pattaya is going to something different അല്ലെ? അപ്പൊ അത് അവരുടെ കാഴ്ചപ്പാടില് നഗ്നമായി നടക്കുന്ന ആൾക്കാരുടെ ഈ എന്തോ ഒരു വീട്ടിത്തരം കാണാനാണ് അവൻ പോയിരിക്കുന്നതെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. പക്ഷെ ആ പറഞ്ഞവർക്ക് അറിയുന്നില്ല നാസ വരെ അവിടെ ലബോറട്ടറി ഇട്ട് നിൽക്കാന്നുള്ളത് അവർക്ക് അറിയില്ല. ആക്ച്വലി നാസ ഒരു ഫുൾ വോൾവോ ബസ് അവിടെ ഹൗ ദിസ് മച്ച് എനർജി ഈസ് ക്രിയേറ്റഡ്, അല്ലെങ്കിൽ why this much of people is gathering in the same point, how they are knowing without a calendar, without a watch, എങ്ങനെ അവരവിടെ വരുന്നു, ഇതൊന്നും അറിയാതെ എങ്ങനെ ഈ ഓൺ ടൈമിൽ അവരവിടെ എത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ലോകം തന്നെ അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ നോക്കിയിരിക്കുമ്പോ നമ്മുടെ ഇവിടുത്തെ കോമൺ ആൾക്കാരുടെ ചിന്താഗതി അവന് ഭ്രാന്തായിട്ടാണ്, അവൻ കുംഭമേളയ്ക്കൊക്കെ പോയിക്കണേ. അപ്പൊ ആ പറഞ്ഞവരോ അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ തന്നെ ഉണ്ടാവില്ലോ, ബന്ധക്കാരിലൊക്കെ നമ്മളെ അത്ര അധികം ഇഷ്ടമില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരുടെയൊക്കെ എന്താ പറയാ, ഞാൻ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ നമ്മളെ കുറിച്ചുള്ള റിവ്യൂസ് പറയുമ്പോ. അപ്പൊ ഞാനിപ്പോ ആലോചിക്കും, ഇപ്പൊ അവര് എന്നെയും അമ്മയും ഡെയിലി പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുക, 1 by 1, അല്ലെങ്കിൽ ഡെയിലി ഓരോ ഇന്റർവ്യൂസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എന്റെ സ്വീറ്റ് റിവെഞ്ച് അവരോട്. ഞാൻ ഇന്നവരെ അവരോടൊന്നും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ഇഷ്ടം, ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കാതെ ഞാനും എന്റെ അമ്മയും സൈഡിൽ കൂടെ പോകുന്നു. അതിൽ അഭിപ്രായങ്ങൾ പറയാം, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും പറയാം. പക്ഷെ ഇതെന്റെ ഇഷ്ടം, ഞാൻ എന്റെ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോ ഇങ്ങനെ ആയാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഇപ്പോ നിങ്ങളെ പറ്റിയിട്ട് ഒരു മൂവി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ ആ ഫസ്റ്റ് റെസ്പോൺസ്, ഇങ്ങനെയുള്ള റിയാക്ഷൻ? ഇപ്പൊ നമ്മളെ പറ്റിയിട്ട് ഒരു മൂവി ഉണ്ടാക്കുമ്പോ അത് എന്തായിരുന്നു ആ ഒരു നമ്മുടെ റിയാക്ഷൻ എന്തായിരുന്നു? ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മ. എനിക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ അവാർഡാണ് ഭാരതരത്ന. അത് കിട്ടിയ പ്രതീതിയാണ് എനിക്ക്. അല്ല, ആക്ച്വലി നമ്മളൊക്കെ, ഞാനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ എന്റെ കഥ ബിഗ് സ്ക്രീനിൽ കാണുന്നു. അപ്പൊ എന്താ പറയാ, അത് വന്ന് കണ്ടിരിക്കുന്ന ദിവസം ചിലപ്പോ അറ്റാക്ക് വന്നു പോയിരിക്കുക. എനിക്ക് അപ്പോൾ ഗീതാമ്മ പറഞ്ഞിരുന്നു ആർക്കിടെക്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആർക്കിടെക്ചർ ബേസിക്കലി നമ്മൾ ഹിസ്റ്ററിയുടെ ബാക്കി പത്രമായി നിൽക്കുന്നത് എന്തോ അതാണല്ലോ ആർക്കിടെക്ചറും അതിൻ്റെ ചുറ്റും നിൽക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരത്തേട്ടനും ഗീതാമ്മയ്ക്കും ഉള്ളത് ഓർമ്മകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും എടുത്ത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെമ്മറി ഏതാണ്? തൃശ്ശൂരിന്റെ പ്രതികൃഷ്ണ വഴികളും നല്ലത് എവിടെയും കണ്ടില്ല. വേറെ അതിന്റെ മുകളിൽ മറച്ചു വെക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ എപ്പോഴും പറയും, ഞാൻ ലഡാക്ക് 5 പ്രാവശ്യം പോയതാ. പക്ഷെ അപ്പോഴും ലഡാക്കിന് 2ാം സ്ഥാനമുള്ളൂ, തൃശ്ശൂര് തന്നെ ഫസ്റ്റ്. പിന്നെ പറയുമ്പോ പറയാം അല്ലേ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എപ്പോഴും ഞാൻ പല ടൈപ്പിൽ പോയിട്ടുണ്ട്, ബൈക്കിൽ പോയിട്ടുണ്ട്, ലോറിയിൽ പോയിട്ടുണ്ട്, ബസ്സിൽ പോയിട്ടുണ്ട്, ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, എല്ലാ മോഡലും പോയിട്ടുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തൃശ്ശൂരാ അതല്ല അല്ല വെഹിക്കിൾ എല്ലാം ഓരോരോ ടൈപ്പാ. ഇപ്പൊ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ വേറൊരു
ലോസ്റ്റ് വേൾഡ് ഫീലാണ്. എനിക്ക് പ്രാർത്ഥന മാസം ഒരു ബൈക്കിൽ പോയത് എന്റെ ജീവിതത്തിൽ കുറെ കാലം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വന്നു. ഞാൻ അന്ന് ഒരു ബൈക്ക് കയറാതെ വെറുതെ കളഞ്ഞില്ലേ. അത് നമുക്ക് ആ കാറ്റ് ശരിക്കും ഞാൻ എന്റെ ബൈക്ക് ഉണ്ടായിരുന്നപ്പോ ഒക്കെ വിളിച്ചിട്ടുള്ളതാ. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ബൈക്കിൽ കയറിയത് അവിടെ വെച്ചാ. അപ്പൊ അതൊരു ഭയങ്കര അത്ഭുതമാണ്. ശരത്തിന് എനിക്ക് കുറച്ച് കഴിയുമ്പോ പേടിയൊക്കെ വിട്ടു. ഞാൻ കൈയൊക്കെ വിട്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കാണ്. ശരത്ത് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു അമ്മ അമ്മ. ഞാൻ ഭയങ്കര സ്ലോ സ്പീഡിലാ പോണേ. കാരണം എനിക്കാ ടെൻഷൻ. അമ്മ അപ്പൊ കൈയൊക്കെ വിട്ട് എങ്ങനെ ഇരിക്കണേ. ആ വണ്ടികളൊക്കെ കുറവാണ്. അപ്പൊ ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. എന്നെ ഒരിക്കൽ കൂടി കൊണ്ടുപോയ യാത്രയ്ക്കാണ് പണ്ടൊക്കെ. ഗീതമ്മ ആദ്യം വന്നിരുന്നില്ല. അപ്പൊ ശരത്തേനെ വിളിച്ചിട്ടും ഗീതമ്മയ്ക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു തൃശ്ശൂരായിട്ട്. പക്ഷെ എന്താണ് ഗീതമ്മ ഇത്രയും കാലം വിളിച്ചിട്ടും ആ ഒരു ഇപ്പൊ ഫസ്റ്റ് ടൈം പോയപ്പോ ഗീതമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്ത്? ഇപ്പൊ എനിക്ക് പോവാന്നുള്ള ആ ഒരു ഫീൽ, ആ തോട്ട് ഇങ്ങനെ വന്നു? ആക്ച്വലി അതല്ല ആക്ച്വലി ഇറ്റ് വാസ് എ ലൈ. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ഒരു നുണയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് ബോംബെക്ക് 2 ദിവസത്തേക്ക് പോവാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. അത് എനിക്കൊരു ബിസിനസ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബോംബെയിൽ. പിന്നെ എന്റെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കമ്മീഷണർ ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ, അവനും വൈഫും പുള്ളിയൊക്കെ ബോംബെയിലാണ്. അപ്പൊ സാറിന്റെ അവിടേക്ക് പോവാം, പുള്ളിയുടെ അവിടെ താമസിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പൊ ആള് ഞങ്ങളുടെ ഭയങ്കര ക്ലോസാ, ഫാമിലി ഫ്രണ്ട്സ് പോലെയാ, മോർ ദാൻ എ ഫ്രണ്ട്. അപ്പം അവന്റെ അവിടേക്ക് പോവാം, അവിടെ ചെന്ന് അവന്റെ അവിടെ ജസ്റ്റ് 2 ദിവസം ആളുടെ കൂടെ കൊച്ചിന്റെ ഒക്കെ കൂടെ അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. പക്ഷെ ആ ട്രിപ്പ് പോയി തിരിച്ചു വന്ന 9 ദിവസം കഴിഞ്ഞു. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ഒരു ബ്രേക്ക് ഒന്നും വിടില്ല. അപ്പൊ 2 days അല്ലെങ്കിൽ 3rd day തിരിച്ചെത്തുന്ന പറഞ്ഞാണ് ഞാൻ അവിടുന്ന് കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് യാത്രകളായിരുന്നു. കാരണം വെച്ചാൽ അവിടുന്ന് ഒരു 3 months കഴിഞ്ഞപ്പോ ഞങ്ങള് ഹരിദ്വാർ, ബദ്രി, കേദാർ ആ റൂട്ടിൽ പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് അഗെയിൻ ഒരു വീക്ക് കഴിഞ്ഞപ്പോ ഞങ്ങള് വീണ്ടും ഡൽഹി, ലോക്കൽ ഡൽഹി, അതായത് ഡൽഹി ലോക്കല്, പിന്നെ നമ്മുടെ ഇത് താജ്മഹല്, വൃന്ദാവൻ, മധുര, ആ റൂട്ടൊക്കെ കവർ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റത്തൊരു അഗെയിൻ ഒരു 3 months 4 months കഴിഞ്ഞപ്പോ ഞങ്ങള് അമൃത്സർ, ഗോൾഡൻ ടെമ്പിൾ, വാഗ ബോർഡർ അങ്ങനെ കവർ ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരെ ദുബായിൽ എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, നൈല. അപ്പൊ പുള്ളിയുടെ ഒരു ഫംഗ്ഷന് ദുബായിക്ക് പോയി. അപ്പൊ അന്ന് എല്ലാം കൂടി ക്ലബ് ചെയ്തു. ലൈക്ക് നൈലയുടെ പരിപാടി, F1 റേസ്, നിലു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ കൂടെ ഞങ്ങൾ F1 റേസ് കാണാൻ പോയി. അബുദാബി, ഗ്രാൻഡ് മോസ്ക്, ഫെറാറി വേൾഡ് 5 ദിവസത്തേക്ക് പോയതാ. എക്സ്റ്റെൻഡ് ചെയ്ത് 11 days. അങ്ങനെ ദുബായ് ഫുള്ള് കറങ്ങി, ഡെസേർട്ട് ഡ്രൈവ്, അത് ഇത്. പിന്നെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു ഇതുണ്ടായതെന്ന് വെച്ചാൽ അമ്മ 39 years ബാക്ക് ദുബായിലായിരുന്നു അമ്മയാച്ചൻ. അപ്പൊ അവിടെ അമ്മയുടെ നെയ്ബർ ആയിരുന്നൊരു കുഞ്ഞു മോള്, ഒരു ചേച്ചി, അന്നത്തെ കാലത്ത്, ഇപ്പൊ ഷീസ് 40. അപ്പൊ ഷീന ചേച്ചി ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇവിടെ എത്ര ദിവസം ഉണ്ട്, എത്ര ആദ്യം തിരിച്ചു പോകാന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ട് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ലഞ്ചിന് ഒരു ദിവസം വിളിച്ചു വരുത്തി. ഞങ്ങൾ കണ്ടു. വാട്ട് ഹാപ്പൻ ജസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനതിന്റെ ഇടയിൽ ഞാൻ ചുമ്മാ വെറുതെ ചോദിച്ചാ പഴയ ഫ്ലാറ്റ് എവിടെയാന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു അവര് കുറെ വർഷങ്ങളായി അവിടുന്ന് പോന്നിട്ട്, ലൈക്ക് അവരുടെ ഒരു 5th yearനുള്ളിൽ പോകുന്നു. അപ്പൊ എവിടെയാന്നൊരു ഐഡിയ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ ആ സ്ഥലം കാണിച്ചിടാൻ വന്നിട്ട് അമ്മയും ഞങ്ങളും അവിടുന്ന് അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കൽ നിർത്തി നേരെ ഞങ്ങൾ ആ ഫ്ലാറ്റിന്റെ സ്ഥലത്തേക്ക്, ഷെയ്ഖ് കോളനിയിൽ സംഭവം. അങ്ങനെ ആ ഫ്ലാറ്റിന്റെ മുമ്പിൽ കൊണ്ട് പാർക്ക് ചെയ്ത വശം അമ്മ പറഞ്ഞ ആ ബ്ലോക്കാന്ന് പറഞ്ഞു. ഒരു ഐഡിയ ഇല്ല. ബ്ലോക്ക് നമ്പർ 5, ഫ്ലാറ്റ് നമ്പർ 50. അപ്പൊ അവിടുന്ന് ഇറങ്ങി പാർക്ക് ചെയ്ത് പിന്നെ ലൈക്ക് ഓടിപ്പോണത് വീട്ടിൽ ഓടിപ്പോണ പോലെ ഓടിപ്പോണം. കാരണം വെച്ചാൽ എല്ലാം അറിയാം. ആ പടി കയറിപ്പോയി എത്രാമത്തെ റൂം എന്നുള്ളത് പക്ക അറിയാം. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ. ഇത്ര കാലം അവരവിടെ താമസിച്ചാണല്ലോ. അപ്പൊ ആ ഫ്ലാറ്റിന്റെ മുമ്പിൽ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു, ഫ്ലാറ്റ് നമ്പർ 50. പിന്നെ ഞാൻ ചെന്നിപ്പോ അടിച്ചു നോക്കാം, ബെല്ലടിച്ചു നോക്കാം, കൊലക്കുറ്റൊന്നുമില്ലോ, ബെല്ലടിച്ചു നോക്കി. അപ്പൊ ഒരു മലപ്പുറംകാരി ചേച്ചി. അപ്പൊ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങള് പറഞ്ഞു അമ്മ അവിടെ അങ്ങനെ പണ്ട്, ഞാനൊന്നും അവിടെ ജനിച്ചിട്ടില്ല, ഞാനൊക്കെ നാട്ടിലാണ് ജനിച്ചത്. അമ്മ അങ്ങനെ അവിടെ പണ്ട് താമസിച്ചിരുന്നാണ്, ഒന്നുള്ളിലേക്ക് കയറി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഒന്ന് കയറിക്കോട്ടെ. അവര് എന്താ വരും എന്ന് പറഞ്ഞ് ഉള്ളിൽ കൊണ്ടുപോയി. സിറ്റിംഗ് ടേബിള്, ബെഡ്റൂം, കിച്ചൺ, അതായത് ഈവൻ
കിച്ചണിലെ ടൈല് പോലും ചെയ്യും, അതുപോലും മാറ്റിയില്ല. നൊസ്റ്റാൾജി അടിച്ച് കിളി പോയി. അപ്പൊ സോ എന്താ പറയാ, ഒരു ഇമോഷണൽ ട്രിപ്പ് ആയിരുന്നു ആക്ച്വലി. ദുബായ് ഞങ്ങൾ ചുമ്മാ പോയതാണെങ്കിലും ആ പോക്കിനൊരു വലിയൊരു അർത്ഥം ഉണ്ടായി ആക്ച്വലി. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് എങ്ങടാമ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിലു എന്ന് പറഞ്ഞിട്ട്, ഇവിടെ തൃശ്ശൂർ ലാഫമ്മന്റെ ഒരു ചേച്ചിയ. പുള്ളിയുടെ വെഡിങ് വാസ് അറ്റ് ശ്രീലങ്ക. അപ്പൊ ആ വെഡിങ്ങിന് ഞങ്ങൾ ശ്രീലങ്കയ്ക്ക് പോയി. അപ്പൊ അതൊരു 3 day പരിപാടിയായിരുന്നു. അപ്പൊ എന്ത് 3 ദിവസം 3 പരിപാടികളാണ്. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നന്ന് ഞങ്ങൾ അവിടുന്ന് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മുങ്ങി ശ്രീലങ്ക ഔട്ട്സ്കേർട്സ് ഒക്കെ കറങ്ങി. ഹമ്പൻ തോട്ട എന്ന് പറഞ്ഞിട്ട് സ്ഥലമായിരുന്നു, ഒരു ഷാങ്ക്രീല എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലാണ്. അപ്പൊ അവിടെ ഞങ്ങൾ അവിടെ എലിഫന്റ് റൈഡ്, മറ്റേ സൂ, നേച്ചർ സൂ ഉണ്ട് അവിടെ. അതായത് നമ്മൾ കൂട്ടില് മൃഗങ്ങളൊക്കെ പുറത്ത്. അപ്പൊ അതില് കൊണ്ടുപോയി. പിന്നെ അവിടെ എലിഫന്റിന്റെ ഒരു വൈൽഡ് എലിഫന്റ്സ് ഒരു നേരം ആകുമ്പോ ഭക്ഷണം കഴിക്കാൻ നാട്ടിലേക്ക് വരും. കാട്ടുന്ന എല്ലാവരും വരിയായിട്ട് വരും. ശരിക്കും ആ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ അവിടെ കേരളത്തിൽ അതൊക്കെ ആൾക്കാർക്ക് കാണാം, മനസ്സിലായപ്പോ. ഇപ്പൊ നമ്മുടെ അവിടുത്തെ ആനകളുടെ കേന്ദ്രത്തിലൊക്കെ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആന വരി വരുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. ഒരു ഹരാസ്മെന്റും ഇല്ല, ഒരു ക്രൂരതയും ഇല്ല, ഒന്നുമില്ല, വളരെ ലെവലി. അപ്പൊ അത് കാണാനും നമുക്ക് ഭയങ്കര. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വെയിൽ വാച്ചിങ്ങിന് ബുക്ക് ചെയ്തു. അപ്പോൾ അന്ന് നൈറ്റ് എനിക്ക് ഏർലി മോർണിംഗ് പോകണം. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ റിസോർട്ടിന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിൽ വാച്ചിങ്ങിന് ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ റെഡിയായി ലൈഫിലേറ്റും വെയിലിനെ കാണാന്നുള്ള ഡ്രീം സാക്ഷാത്കരിക്കാൻ പോണ എന്റെ ഭയങ്കര ആവേശ് കുമാറായി ഞാൻ. അപ്പൊ അവര് കൊണ്ടുവന്ന വിങ് ആ പാർട്ടിക്കാര് വിളിച്ചു പറയാം, സോറി സാർ, ടുഡേ there is no wheels. അപ്പൊ അതായത് എന്താ വെച്ചാൽ അവരെന്താ വെച്ചാൽ ചില ദിവസങ്ങളിൽ കാണില്ല. അപ്പൊ അന്ന് ഫസ്റ്റ് ട്രിപ്പ് പോയവര് കണ്ടില്ല. അപ്പൊ ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. അപ്പൊ അവര് നിങ്ങൾ വെറുതെ പോയി അവിടുന്ന് ഇവിടെ വരെ വന്ന് ഇവിടുന്ന് അവിടെ വരെ വന്ന് പിന്നെ ഷിപ്പിൽ പോയിട്ട് കണ്ടിട്ട് തിരിച്ച് കണ്ടില്ലെങ്കിലോ. അപ്പൊ അവര് ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല, നമ്മളെ കൊണ്ടുപോയിട്ട് കാണാണ്ടവരാണെന്ന്. അപ്പൊ അത് കാരണം പോയില്ല. പിന്നെ എന്നും രാത്രി ഞങ്ങൾ എന്ത് വെച്ചാൽ കല്യാണം ആഘോഷം. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി നോക്കുമ്പോ എന്താ, ഞങ്ങൾ കല്യാണത്തിലുണ്ടല്ലാണ്ട്. പക്ഷെ അതർ സൈഡിൽ ഞങ്ങൾ ശ്രീലങ്ക ഫുള്ള് കണ്ടു. ഞങ്ങളിവിടുന്ന് ഒരു 120 പേരൊരു ഫ്ലൈറ്റിൽ ഞങ്ങൾ ഫാമിലീസ് മാത്രമായിട്ട് പോവുക ചെയ്തത്. ഞങ്ങള് ആ ഫുൾ ഒരു ബസ്സിൽ പോണവരെ ഫ്ലൈറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഫ്ലൈറ്റിൽ പോയി. അപ്പൊ അങ്ങനെ ഹോട്ടലിലും ഞങ്ങൾ മാത്രം, വേറെ കുറച്ച് പേരുണ്ട്, പക്ഷെ ഞങ്ങൾ മാത്രം. പിന്നെ ശ്രീലങ്ക, പിന്നെ രാജസ്ഥാൻ ട്രിപ്പായിരുന്നു. സ്റ്റാർട്ടഡ് ഫ്രം റാൺ ഓഫ് കച്ച്. അത് ഒരു പൗർണമി ഫുൾ മൂൺ ഡേയിലാണ് പോയത്. അപ്പൊ എന്താ വെച്ചാൽ ഈ രാത്രി ഉണ്ടെങ്കിൽ അന്ന് പോകണം. എനിക്ക് എന്താ വെച്ചാൽ എന്റെ ഏതോ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അതിന് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയ ആൾക്ക് അന്നത്തെ ഒരു ദിവസം ടെന്റ് സ്റ്റേ അവര് ഓഫർ ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒട്ടകത്തിന് സൂചി കൊടുത്ത പരിപാടിക്കാരാണല്ലോ ഈ തൃശ്ശൂർക്കാര്. അവര് ഒരു സ്റ്റേ ഓഫർ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഫുൾ മൂണ്ടേൽ എന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് പ്രശ്നം ചെയ്തു, തരാണ്ടിരിക്കാൻ പറ്റില്ല. എന്നിട്ട് അവര് തന്നു. അവരൊരു അവിടുത്തെ ഒരു ഗ്രൂപ്പായിരുന്നു, അവര് തന്നു. റാണുത്സവമായിരുന്നു. അപ്പൊ അവര് തന്നു. ഞങ്ങൾ അവിടെ കച്ചില് പോയി ടെന്റിൽ താമസിച്ചു. 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ച്. അവിടെ നേരെ ഞങ്ങള് ഒട്ടകപ്പുറത്തൊക്കെ റൈഡ്, ക്യാമൽ സഫാരി അടിച്ചു. അതായത് രാത്രി പുലർച്ചെ 1 മണി, 12 മണി, 1 മണി, 2 മണി നേരത്തും വെളിച്ചം പോലെയാ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ പകല് പോലെ കാണാം. അതായത് ഈ മൂണ്ട വൈറ്റ്, ഈ ഉപ്പിലെ വൈറ്റിലടിക്കുമ്പോൾ മൊത്തം വെളിച്ചായ പോലെ ഇരിക്കും. ബട്ട് ക്യാമറയിലാണ് അങ്ങനെ ഫീൽ ചെയ്യില്ല. 3 മാസം മാത്രമേ കാണാറുള്ളൂ. പിന്നെ കടൽ കയറും. അപ്പൊ ശരിക്കും ഉപ്പ് കടൽ, അമ്മ ഉപ്പൊക്കെ കുത്തിപ്പൊളിച്ച് പറക്കിക്കൊണ്ടു. എല്ലാവിടെയും ചെന്നാലും ഒരു കല്ലോ അല്ലെങ്കിൽ കുറച്ച് മണ്ണൊക്കെ പറക്കിയെടുത്തോണ്ടിരും അമ്മ അവിടുന്ന്. അല്ലാണ്ട് സാധനങ്ങളൊന്നും മേടിക്കില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റാൺ ഓഫ് കച്ച് അടിച്ചു. അവിടുന്ന് അഹമ്മദാബാദ് വന്ന് നേരെ സോമനാഥ് പോയി, ദ്വാരക പോയി. ദ്വാരകയിൽ നിന്ന് റൗണ്ട് ചെയ്ത് ഞങ്ങൾ എഗെയിൻ അഹമ്മദാബാദിൽ വന്നു. അവിടുന്നാണ് ക്രോസ് ഓവർ ടു ഉദയ്പൂർ. അങ്ങനെ ഉദയ്പൂർ 2 ദിവസം ചുമ്മാ ചിൽഡ്, റിലാക്സ്ഡ്, കൂൾ, നത്തിങ് ഹാപ്പനിങ്, വെറുതെ. അതായത് ഇത്ര ദിവസം കുറച്ച് ഹെക്ടിക് ആയിട്ട് ഉദയ്പൂർ ഒന്ന് റെസ്റ്റ് ചെയ്തു, റിലാക്സ് ചെയ്തു. അങ്ങനെ ഉദയ്പൂർന്ന് വീണ്ടും തുടങ്ങി അജ്മീർ, പുഷ്കർ പോയി. അജ്മീറിലെ ദർഗ ഭയങ്കര ഒരു സോ പീസ്ഫുൾ. അത്ര നല്ല ആൾക്കാർ അവിടെയുള്ള, കാശ് പിടിച്ച് മേടിക്കണ ഒരു പരിപാടിയും ഇല്ല. എല്ലാവരും വരിക, പ്രാർത്ഥിക്കുക, തൊഴുതോളം, എന്താ ചെയ്യാനുള്ള ചെയ്തോളും പൊക്കോളും.
ഒരു കമ്പൽസറി ആയിട്ട് ഇത് ഇവിടെ എത്ര രൂപ കൊടുക്കണം, ഇവിടെ എത്ര രൂപ കിട്ടണം, ഒന്നുമില്ല. അത് നമ്മുടെ ഇവിടെയൊക്കെ നേരെ ഓപ്പോസിറ്റാ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ നേരെ പുഷ്കർ വന്നു. പുഷ്കറിന് ഞങ്ങൾ നേരെ പുഷ്കറിലൊക്കെ ഡിഫറെന്റാ. അപ്പൊ അവിടുന്ന് അങ്ങനെ നേരെ ഞങ്ങൾ വീണ്ടും ജയ്പൂർ ചെന്നു. ജയ്പൂർ ചെന്ന് സ്റ്റേ ചെയ്ത് ഞങ്ങൾ പിറ്റേ ദിവസം ചന്ദൻ ബവറി എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് വെല്ലുണ്ട്. 13 നല്ല അടിയിൽ ചെയ്യാം, സ്റ്റെപ്പ് 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 അടിയിൽ. അപ്പൊ അതൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് ബ്ലാസ്റ്റ്. റാണിക്കൊരു ഭാഗം, രാജാവിനൊരു ഭാഗം. അത് ആ ഏറ്റവും അടിഭാഗത്ത് മൈനസ് ടെമ്പറേച്ചറാണ്. അപ്പൊ ഈ ചൂട് കാലത്ത് രാജസ്ഥാനിലെ ചൂട് അന്ന് കാലത്ത് കൺസിഡർ ചെയ്ത് അവര് പണ്ടിട്ടുള്ള ഏറ്റവും അടിഭാഗത്ത് മൈനസാണ്. അപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും ഈ അടിന്നുള്ള. എന്നിട്ട് ആ അടിയിൽ ഇങ്ങനെ പൊങ്ങി വരുന്നിടത്ത് റൂംസാ, ഇപ്പുറത്തെ ക്വീൻ ഇപ്പുറത്തെ കിങ്. അപ്പൊ ആ തണുപ്പ് ഭയങ്കരം. അപ്പൊ അങ്ങനെ രാജസ്ഥാൻ. പിന്നെ ഈ ന്യൂ ഇയർ ബ്ലാസ്റ്റ് അടിച്ച് തിരിച്ചു പോന്നു. പിന്നെ അതിന്റെ ഇടയിലെ ബ്യൂട്ടിഫുൾ വാസ് നീലക്കുറിഞ്ഞി. മൂന്നാറ് നീലക്കുറിഞ്ഞി ഉണ്ടായപ്പോ 2 ദിവസത്തേക്ക് പോയതാ. എഗെയിൻ 5 ദിവസം മൂന്നാറിലെ എല്ലാ മുക്കലും മൂലയിലും നീലക്കുറിഞ്ഞി കണ്ട് നീലക്കുറിഞ്ഞിയുടെ ഇടയിൽ ടെന്റ് അടിച്ച് കിടന്നുറങ്ങി. അപ്പൊ എല്ലായിടത്തും കുളക്കുമല, ആനമുടി, അതുപോലെ യെല്ലപ്പെട്ടി, എരവികുളം കുളം നാഷണൽ പാർക്ക്, എല്ലാം അവിടെ എവിടെയൊക്കെ നീലക്കുറിഞ്ഞി ബൾക്കായിട്ട്. ഇപ്പൊ ആനമുടിയിലൊക്കെ ഈ അറ്റത്തുനിന്ന് അപ്പുറത്തറ്റം വരെ പോവാ, ഫുൾ 360 ഡിഗ്രി പോവാ. ഈവൻ കാന്തല്ലൂരും നീലക്കുറിഞ്ഞിണ്ടായിരുന്നു, അതും ഞാൻ പോയിരുന്നു. അങ്ങനെ 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 യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൈലന്റ് വാലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. സൈലന്റ് വാലി, സൈലന്ത്രി ഒരു ബ്യൂട്ടിയാ. ഒരു 1.5 കിലോമീറ്റർ നടക്കണം കേട്ടോ. നടക്കാണ്ടെങ്കിലും നമ്മൾ നടന്നവിടെ എത്തിക്കഴിഞ്ഞാൽ പക്ക. ഭയങ്കര നിശബ്ദ. അങ്ങനെ 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 സ്റ്റിൽ ഗോയിങ് ഓൺ. ഇനി അടുത്ത യാത്ര എങ്ങോട്ടാന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു അമ്മയും എപ്പോ പോകാൻ പറ്റുന്ന ആലോചിച്ചിരിക്കുന്ന ഒരു മോനും. ഇപ്പൊ ഗീതാമ്മ ശരത്തേട്ടൻ എന്നുള്ള കോംബോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പൊ ആ ഒരു കോംബോ ഇങ്ങനെ ഇത്രയും പ്രശസ്തി നേടാൻ എന്താ കാരണം എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പൊ കളക്ട് ചെയ്ത പല സാധനങ്ങളിൽ നിന്നും എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നുള്ള അക്കൗണ്ട് ഉണ്ടോ ഗീതമ്മ? 22 ഡെസ്റ്റിനേഷൻസ് ഞങ്ങൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു ഒരുമിച്ച്. ഓക്കെ, ഓൾമോസ്റ്റ് 22 ഡെസ്റ്റിനേഷൻസ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കവർ ചെയ്തു. അതില് ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോയത് വേറെയുണ്ട്. ഞാൻ അല്ലാതെ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ രാജസ്ഥാനിൽ പോയെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സ്ഥലം. ഇപ്പൊ മനസ്സിലായല്ലേ, ജയ്പൂര് പോയി, ജോധ്പൂരിന്റെ അല്ലെങ്കിൽ ജയ്സാൽമർ, അല്ലെങ്കിൽ ആ ഒരു ഫുൾ റിംഗ് അല്ല. അപ്പൊ പറയുമ്പോ ഞാൻ രാജസ്ഥാനിലാണ് അങ്ങനെയാണ് 22 കൂട്ടിയിട്ട്. അപ്പൊ അതിനൊക്കെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം കൂടും. പക്ഷെ ഇൻഡിവിജ്വലി പറയുമ്പോ 22 ഡെസ്റ്റിനേഷൻ എന്താ പറയാ. പിന്നെ പ്രശസ്തി എന്ന് പറഞ്ഞല്ലോ, ഞാനിപ്പോഴും എന്റെ അറിവില് എന്താ പറയാ, ആകെ തൃശ്ശൂർ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ 4 പേർക്ക് അറിയുള്ളൂ ഞങ്ങളെ. വേറെ അത്ര അധികം ആൾക്കാർക്ക് അറിഞ്ഞു. സഞ്ചാരി ഗ്രൂപ്പ് ഫേസ്ബുക്കില് സഞ്ചാരി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് ഞാൻ ചുമ്മാ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാഹുല്, പുള്ളി ആള് പോയൊരു കഥ എഴുതിയിട്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ അതിലും വലിയ കഥയുണ്ടല്ലോ എനിക്ക് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനും അതേപോലെ ഒരു സ്ക്രിപ്റ്റ്, ഒരു ചെറിയൊരു നോട്ട്, വലിയ കഥയൊന്നുമില്ല, ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതി ഞങ്ങൾ പോയ ഈ വാരണാസി, ഷിംല, മണാലി, റോത്താങ് ബൈക്കിന്റെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടു. അവിടുന്ന് അങ്ങോട്ട് കയറിയത്. പക്ഷെ ഒരുപാട് പേര് ഇതുപോലെ കുറെ പേജസിലൊക്കെ ആയിട്ട് ഇടുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ മാത്രം ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയില്ല, അതുപോലെയാണ് യാത്രയിൽ വന്നിരുന്നു. അതിനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഒരു വൈബ്, ആ ഒരു അതെന്താന്ന് ശരത്തേട്ടന് തോന്നി? എന്താന്നാ തോന്നണേ? ഇത് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനൊരു കോമ്പിനേഷൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു അമ്മയും മോനെയും കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ ആവണമെന്നാ ഞാൻ പറയാ, അല്ലെങ്കിൽ എല്ലാവരും ഷുഡ് ബി ലൈക്ക് ദിസ് അല്ലെ. എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിനെയും അവരവരുടെ ഗേൾ ഫ്രണ്ട്സിനെയും അവരവരുടെ ഭാര്യയും കുട്ടിയും കൊണ്ടുപോകുന്നേക്കാൾ മുന്നേ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളെ അമ്മയാണ്. അല്ലാണ്ട് ഭാര്യ ഇപ്പൊ ഇടയിൽ വന്ന് കയറിയ ഒരാളാണ്, ഗേൾ ഫ്രണ്ട് ഒരു ഇടയിൽ വന്ന് ഒരു ഇടയിൽ ഇറങ്ങി പോണ ഒരാളാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അവരവരുടെ സമയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറി പോകുന്ന ആൾക്കാരാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നമ്മൾ കൊണ്ടുപോകേണ്ടതും അല്ലെങ്കിൽ ഈ ലോകം കാണിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ അമ്മയ്ക്കാണ്. Am I right? ഇപ്പൊ ഞങ്ങളിതാ അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന സമയം തൊട്ട് ഇതിപ്പോ എൻഡ് ചെയ്യുന്ന സമയം വരെ ഞാൻ ഇവര് ഭയങ്കര സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ഒന്നല്ല ഇവർ ഇത്ര ഫേമസ് ആവാൻ കാരണം. ഭയങ്കര വേറൊരു വൈബാട്ടോ നിങ്ങള്, സത്യമായിട്ടോ. ഇപ്പൊ ലൈക്ക് ഞാനിവിടെ വരെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്റെ ഐ മീൻ ലൈക്ക് അങ്ങനെയല്ല, അമ്മേനെ കൊണ്ടുപോകണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് അമ്മയോടൊപ്പം ആദ്യം പോണം അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായില്ല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ട്രാവൽ ചെയ്താൽ മതി അത്രേ ഉള്ളൂ, അല്ലാതെ ലൈക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെപ്പോ അവിടെ വന്നിരിക്കുമ്പോ നിങ്ങൾ ഓരോ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോ ഇവിടെ ഇരുന്ന് വായില് വെള്ളമൊക്കെ ഞങ്ങള് ശരിക്കും കണ്ട എഫക്ട് പോലെ. സോ അത് കാരണം പോണെന്ന് ഭയങ്കരമായിട്ട് തോന്നുക ഓരോ സ്ഥലങ്ങൾ. ഇപ്പൊ ശരത്തേട്ട പറഞ്ഞതിലാണ് എന്റെ പ്രതീക്ഷ ഇരിക്കുന്നത് മുഴുവൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞു അമ്മയ്ക്ക് കുറെ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു ആ ട്രാവൽ ആ ഡ്രീം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. ശരത്തേട്ടന് വളരെ കുറച്ചേ വേണ്ടി വന്നുള്ളൂ. അപ്പൊ അതിലാണ് എന്റെ എക്സ്പെക്ടേഷൻ. എനിക്കും എന്തെങ്കിലും ഇതുപോലെ, അതെ, അതിലാണ് എന്റെ എക്സ്പെക്ടേഷൻ. ശരത്തേട്ടായി പറഞ്ഞ പോലെ അല്ല, നമ്മള് ചിന്തിക്കുന്ന പോലെയല്ല. നമ്മള് പറഞ്ഞറിഞ്ഞു, വായിച്ചറിഞ്ഞു, ഇതൊന്നുമല്ല. തൊടുമ്പോ കിട്ടുന്ന രസമല്ലേ ഭയങ്കര നമ്മളുടെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും മറക്കില്ല. ഭയങ്കര എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയ സന്തോഷം. അപ്പോ താങ്ക്സ് എ ലോട്ട് സെന്റ് മേരീസ് കോളേജിൽ നിന്ന് ഇത്രയും ഭംഗിയുള്ള ഭയങ്കര ഒരു ആവേശമാണ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കാനും ഇത്ര ഭംഗിയുള്ള കുട്ടികളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കാന്ന്. ഇതിനേക്കാളും വലിയ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ബിക്കോസ് നിങ്ങളെ പോലത്തെ ആൾക്കാരെ വന്ന് ഇന്റർവ്യൂ ചെയ്യുക, ഞങ്ങളുടെ മാഗസിനിൽ അത് പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒന്നും കരുതിയിട്ടില്ല. സോ ഇവളുടെ അടുത്തുള്ളൊരു കഴിവ് ഞങ്ങളിപ്പോ നിങ്ങൾക്ക് പ്രസന്റ് ആയിട്ട് തരാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഇവളൊരു പാട്ട് പാടാൻ പോകും. अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छोड़ो जरा, मर जाओ या जी लो जरा, खुशियाँ चूम लो यारो लो जरा, मर जाओ या जी लो जरा, धूप में जलते हुए तन को छाया पेड़ की मिल गई, रूठे बच्चे की हंसी जैसे फुसलाने से फिर खिल गई, एक ऐसा ही अब महसूस दिल को हो रहा है, आने वाले कल की क्यों फिक्र मुझको सता जाए, कुछ ऐसा रहम इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छोड़ो जरा, मर जाओ या जी लो जरा, खुशियाँ चूम लो यारो लो जरा,
ആ അറ്റത്തിരിക്കുന്നത് ബർത്ത്ഡേകളാണ് കേട്ടോ അന്നത്തെ. ഹാപ്പി ബർത്ത്ഡേ, മൈ ഗോഡ് ബ്ലെസ് യു. ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നൊരു വലിയ സന്തോഷം. ബർത്ത്ഡേ എന്ന് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാം. ഇത് സുന്ദരിക്കുട്ടി. അപ്പുറത്തിരിക്കുന്നത് പിസ്സ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. എനിക്ക് പിസ്സ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പണ്ട്. ഭയങ്കര യമ്മി പിസ്സ. While you and me repeat, this bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire.